ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു. ഇന്ന് നവരാത്രിയുടെ 6ാം ദിവസം നമ്മൾ കാർത്യായനി ദേവിയാണ് ആരാധിക്കുന്നത്. ദുർഗാദേവിയുടെ അവതാരങ്ങളിൽ വളരെയധികം ശക്തിയുള്ളതും വളരെയധികം പ്രാധാന്യമുള്ളതുമായ ദേവിയാണ് കാർത്യായനി ദേവി. കാർത്യായനി ദേവി ഭക്തവത്സലയാണ്. ഇന്ന് കാർത്യായനി ദേവിയിൽ നമുക്ക് വളരെയധികം കരുണയും പ്രേമഭാവവും ഒക്കെ കാണാനായി സാധിക്കും. കാർത്യായനി ദേവിയെ ആരാധിക്കുന്ന ഭക്തർക്ക് ജ്ഞാനവും ശക്തിയും ധൈര്യവും ഒക്കെ ദേവി പ്രദാനം ചെയ്യുന്നു. കഥൻ എന്നു പേരായ ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് കാത്യൻ എന്നു പേരായ മഹർഷി. അദ്ദേഹത്തിന് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ദുർഗാദേവിയെ തൻ്റെ പുത്രിയായി വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയാണ്. അപ്പോൾ ആ ആഗ്രഹം സഫലീകരിക്കാനായിട്ട് അദ്ദേഹം കഠിനമായ തപസ് അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ ആ തപസ്സിൽ സംപ്രീതിയായ ദേവി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ദേവി കാർത്യായനി ദേവിയായിട്ട് കാത്യ മഹർഷിയുടെ പുത്രിയായിട്ട് ജന്മം എടുക്കുകയാണ്. 4 കൈകളോടുകൂടി സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന സുന്ദരിയായ ദേവിയാണ് കാർത്യായനി ദേവി. ദേവിയുടെ ഇടത് കൈകളിൽ വാളും താമരയും വലത് കൈകളിൽ അഭയമുദ്രയുമാണ് ഉള്ളത്. ദേവി കാർത്യായനി ഭാവത്തിലാണ് അസുരനായിട്ടുള്ള മഹിഷാസുരനെ വധിക്കുന്നത്. ആ സമയത്ത് സരസ്വതി ദേവിയും ലക്ഷ്മി ദേവിയും പാർവതി ദേവിയിലേക്ക് ലയനം കൊണ്ട് ആദിപരാശക്തിയായിട്ട് മഹിഷാസുര മർദിനിയായി മാറുകയാണ്. അതുകൊണ്ട് കാർത്യായനി ദേവി മഹിഷാസുര മർദിനിയായിട്ടും അറിയപ്പെടുന്നുണ്ട്. ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു.